ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് തീരുമാനം. ഭൂമിയുടെ ന്യായവില 50% വർദ്ധിക്കും. ഇതോടെ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനങ്ങളിൽ വൻ വർധനവുണ്ടാവും. രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്കുകൾ നേരത്തെ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഇരട്ടി നികുതി വർധനയാണ് ഈ ഇനങ്ങളിൽ ഉണ്ടാകുന്നത്. ഭാഗപത്രം, ഇഷ്ടദാനം എന്നിവയുടെ നികുതി വർദ്ധിപ്പിച്ചത് പുനഃപരിശോധിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിച്ചെങ്കിലും നികുതി വർധന പിൻവലിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് ഉടൻ തന്നെ ഗവർണർക്ക് അയച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഫ്ലക്സ് നിരോധനത്തിനും പ്ലാസ്റ്റിക് നിയന്ത്രണത്തിനുമായി നിയമനിർമ്മാണം നടത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്യുന്നതാണ്. മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾ അവർ ഔപചാരികമായി അംഗീകാരം കൊടുത്തിട്ടുള്ള പരസ്യ ബോർഡുകൾ ഉണ്ടെങ്കിൽ അതിപ്പം കൊടുത്തിരിക്കുന്ന കാലാവധി വരെ മാത്രമേ അനുവദിക്കാവൂ. അപ്പം നീക്കം ചെയ്യുന്നത് ആദ്യം മുഖ്യമന്ത്രിയുടെയും പിന്നെ മന്ത്രിമാരുടെയും ഉള്ളത് നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ളത് തുടർത്തുള്ളൂ. NCC പരിശീലനത്തിനിടെ വെടിയേറ്റ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി അനസിന്റെ പുനരധിവാസം, പഠനം എന്നിവ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി വഹിക്കും. പഠനശേഷമുള്ള ജോലികളുടെ ഉത്തരവും ഇപ്പോൾ തന്നെ നൽകും. ദേശീയ ഗെയിംസിന് മുന്നോടിയായി കഴക്കൂട്ടം ഈഞ്ചക്കൽ ബൈപ്പാസ് സംസ്ഥാന സർക്കാർ ചെലവിൽ 4 പാതയാക്കും. പട്ടിക വിഭാഗങ്ങൾക്ക് സ്ഥലം വാങ്ങി നൽകുന്നതിനുള്ള ധനസഹായം വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.